ഹായ്. എല്ലാവർക്കും വിശ്വാസംസകൾ പറയൂ. എല്ലാവർക്കും എല്ലാ ചങ്കുകൾക്കും ഹാപ്പി വിഷു. വാ തുറന്നു വെച്ച് പറയണ്ട, പല്ല് വേദനയല്ലേ. എല്ലാവർക്കും വിശ്വാസംസകൾ. വെയിലടിക്കുന്നു. നമ്മള് ഒരു നമ്മുടെ ഫ്രണ്ട്സിനെ കാണാനായിട്ട് പോണു. പിന്നെ 1-2 കാര്യങ്ങളുണ്ട്. പിന്നെ ചുമ്മാ വിഷു അല്ലേ, ഒരു യാത്ര, ഓൾ ഫാമിലി. കുട്ടിയെ കാണാനില്ല, എല്ലാവരും ഉണ്ട്. നമ്മളെല്ലാവരും കൂടെ പോവുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഓരോ കാര്യങ്ങളും കാണിക്കാം. പിന്നെ ഈ പോണ വഴിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് 2-3 കസ്റ്റമേഴ്സിനെ കാണാനുണ്ട്. കസ്റ്റമേഴ്സിന് നമ്മുടെ നൈമിത്രയും കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയിട്ട് വരാം. യാത്രയുടെ പ്രത്യേകത ഇന്നെല്ലാം അമ്മുവിന്റെ ചെലവാണ്. അമ്മുവിന്റെ ചെലവിലാണ്. അമ്മുവാണ് പൈസ എല്ലാം ചെലവാക്കുന്നത്. അമ്മു മറഞ്ഞിരിക്കുന്നത്. അമ്മുവിന്റെ ചെലവിലാണ് നമ്മുടെ യാത്ര. അമ്മു സമ്മതിച്ച്, അതാ മിണ്ടാത്തത്. അല്ലെങ്കിൽ ഇപ്പൊ മിണ്ടണം അമ്മു, മറ്റുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. അയ്യോ, പാറ ഒന്നും വിട്ടുന്നില്ല. അവരെ ഈ ട്രാപ്പിലൊന്നും വീഴും. അപ്പോൾ അവരെയൊക്കെ വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെയൊക്കെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓരോരോ കാഴ്ചകൾ പറ്റുന്നതൊക്കെ കാണിക്കാം. എല്ലാവരും കൂടെ വാ. ഇപ്പോൾ കുറേ നാളുകളായി പുറത്തിറങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്തിട്ട് എന്നതൊക്കെ കൊണ്ട് തന്നെ ഇതൊരു സന്തോഷം നിറഞ്ഞ യാത്രയായിരുന്നു. ഞാൻ വിഷുവൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിത് വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. എന്തെന്ന് വെച്ചാൽ വീഡിയോകളൊക്കെ ഇടാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ യൂട്യൂബ് അങ്ങ് ശോകമാണ് കേട്ടോ. ആൾക്കാരൊന്നും അങ്ങനെ കാണുന്നൊന്നുമില്ല. ഞാൻ വീഡിയോ ഇടണോ വേണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്തെ എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പി ആവുന്ന ഒരിടമുണ്ട്, ലുലു മാളാണ്. എനിക്ക് ഫ്രണ്ട്ലിയാണ്, എനിക്ക് എല്ലായിടത്തും സഞ്ചരിക്കാൻ പറ്റുന്ന, ഞാൻ മാനസികമായിട്ട് ഒരുപാട് സന്തോഷിക്കുന്ന ഒരിടം. ചിലപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, പർച്ചേസിങ്ങിന് അല്ലെങ്കിൽ എന്തിനാണ് വന്നതെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചേച്ചിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, എന്തിനാണ് പോണത്, ഒന്നും അവളെ മൈൻഡൊന്നും ഇവിടെയൊന്നും പോയാലൊന്നും ഇതാവുന്നില്ല. അവൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇതാവും. വിഷു കൂടെ ആയതുകൊണ്ട് നല്ല പൊളിയായിരുന്നു കേട്ടോ. ഒരു കടയുടെ മുന്നിൽ ചെന്ന് നിന്ന് അവിടെ നിന്ന് ഞാൻ പോസ് ചെയ്ത് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. ആ വീഡിയോയൊക്കെ എടുത്തു. കൊള്ളാം, നല്ല വൈബായിരുന്നു. അവിടെയൊക്കെ കറങ്ങിയിടുന്നു. ഈ യൂസഫ് അലി എന്ന് പറയുന്ന വലിയ മനുഷ്യനോട് എനിക്ക് പറയാനുള്ളത്, അങ്ങ് ഈ വീഡിയോ കാണുമോ എനിക്കറിയില്ല, പക്ഷേ അങ്ങ് കണ്ടാൽ അങ്ങൊരു വലിയ മനുഷ്യനാണ്. കാരണം ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് ഇതുപോലെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരിടം ഞാൻ മാളുകളിലൊക്കെ കാണുമായിരിക്കും. ഞാൻ പോയിടങ്ങളിലൊന്നും എനിക്കുണ്ടില്ല. എല്ലാം പൊക്കി എടുക്കണം, അവിടെ പൊക്കി കയറ്റണം, ഇവിടെ പൊക്കി കയറ്റണം. ഇതെങ്ങും ഒരിടത്തും നമ്മൾ മാറി നിർത്തും, നമ്മളെ മാറ്റി നിർത്തുന്നില്ല. എല്ലായിടത്തും. ഇപ്പോൾ സ്റ്റുഡിയോയിൽ കയറിയിട്ടൊക്കെ ഇറങ്ങി വരും കേട്ടോ. സ്റ്റുഡിയോയിൽ പോയാൽ ഈ നമ്മുടെ ടൈപ്പ് ആൾക്കാർക്കുള്ള ഡ്രസ്സ് അവിടെ ഇല്ല തന്നെ. ഞാനും ചേച്ചിയൊക്കെ പോയി അവിടെ ഇല്ല, അമ്മൂമ്മമാരെ പോലെ അവിടെ നിൽക്കും. ഇവിടെ എന്തിനു വന്നെന്നുള്ള രീതിയിൽ. കാരണം പിള്ളേർക്കാണ് ഇവിടെ ഇഷ്ടം, പിള്ളേർക്ക് ഇവിടുത്തെ ഡ്രസ്സും മതി. പക്ഷെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നടക്കും. കാരണം എല്ലാം ഫ്രണ്ട് ഇറങ്ങിപ്പോയത്, കഴുത്തിറങ്ങിയതൊക്കെയുള്ള ടോപ്പുകൾ. അപ്പം ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് പയ്യേനെ ഇറങ്ങി, ചേച്ചിയും മക്കളും കൂടെ അവിടെയൊക്കെ നിന്നു, ഓരോന്നൊക്കെ നോക്കിക്കൊണ്ട് അവിടെയൊക്കെ നിന്നു കേട്ടോ. ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് പോയി ഇറങ്ങുന്നു. കാക്കച്ചി ഈ ലുലു ഫാഷൻസിലൊക്കെ ഒന്ന് പോയിരിക്കുകയായിരുന്നു. ഇനി ഞാൻ പറ്റിയത് പറഞ്ഞു, അമ്മ വന്ന് നിൽക്കി, നമുക്ക് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞു. ഇവർക്കൊന്നും ലുലു മാൾ അത്ര പോരാട്ടോ. ലുലു ഫാഷനിലാണ്, ലുലു മാളിലാണ്. എന്താണ് പറയാനുള്ളത്, പറയൂ. ലുലു മാളിൽ വന്നിട്ട് എന്ത് പറയാനാ, ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി വീട്ടിൽ പോകാനുള്ളതിന്. ഞാനാണെങ്കിലേ വന്നത് എന്നെ സാധനം വാങ്ങിക്കാനല്ല. ഇപ്പോൾ എല്ലാവരും പറയും സാധനം വാങ്ങിക്കാൻ സാധാരണ കടകളിൽ പോയിക്കൂടെ, ലുലു മാളിൽ പോകണമെന്ന്. കോൾ വരുന്നുണ്ട്, അതാണ് വിളിക്കുന്നത്. എന്ത് പറഞ്ഞത്? ലുക്ക് ഷർട്ട് വാങ്ങിക്കട്ടെന്നാ? എവിടെ ലുക്ക് ഷർട്ട്? ഞാൻ ഇട്ടേക്കുന്നതിൽ കവിഞ്ഞ് കൂടിയ ലുക്ക് ഷർട്ട് എവിടെ? വില കൂടിയ ഒരു ഷർട്ടും കാക്കച്ചി മേടിക്കാൻ സമ്മതിക്കുന്നില്ല. കാക്കച്ചിക്ക് ഒരു വിധത്തിൽ സമ്മതിക്കത്തില്ല. ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നു, ലിനൻ ക്ലബ്ബ്. സമ്മതിക്കുന്നില്ല. ഒന്ന് വായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കാക്കച്ചി
അവിടെയൊക്കെ ഇങ്ങനെ വിഹരിച്ച് നടക്കും. പ്രിയപ്പെട്ട യൂസഫലി അങ്ങനൊരു വലിയ മനുഷ്യനുണ്ട്. കച്ചവടമാണെങ്കിലും എല്ലായിടത്തും സഞ്ചരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതൊരു വലിയ കാര്യമല്ലേ. പിന്നെ ഞാൻ എൻ്റെ ടോപ്പിൽ കംഫർട്ടല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ താത്തക്ക് ഞാൻ മാക്സിൻ്റെ മുമ്പ് കൊണ്ട് നിർത്തി വീഡിയോ എടുക്കട്ടെ, മാക്സിൻ്റെ മുമ്പ് നിർത്തി വീഡിയോ എടുക്കുകയാണ് കേട്ടോ. മാക്സി കയറുന്നു, അവിടെ നിന്ന് അടുത്ത ബ്രാൻഡിൽ കയറുന്നു, ഇറങ്ങുന്നു. ഇതായിരുന്നു എൻ്റെ പണി കേട്ടോ. അപ്പോൾ ഷർട്ട്സും അല്ലെങ്കിൽ ജീൻസും ഒക്കെ 2000, 3000, 5000, 6000 അങ്ങനെ വിലയാണ്. നമ്മൾ സ്റ്റുഡിയോയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സസുകളെല്ലാം ഉണ്ട് പിള്ളേർക്കുള്ള. എന്ന് വെച്ചാൽ ഈ തലമുറയുടെ ന്യൂ ജനറേഷൻ തള്ള വൈബ് തന്ത വൈബ് ആൾക്കാരൊക്കെ ഒന്നും അല്ല കേട്ടോ. തന്ത വൈബിനൊക്കെ ഉണ്ട് അവിടെ, ജീൻസൊക്കെ ഉണ്ട്, ഷർട്ട്സും നല്ല ഷർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചിൽഡ്രൻസ് വന്നു. അപ്പോൾ അവരുടെ ഹാപ്പിനെസ്സാണ് സ്റ്റുഡിയോയിലൊക്കെ കയറി നടക്കുക എന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു. അപ്പോൾ അവരും വന്നു. അപ്പോൾ നമ്മൾ ഇനി ഹൈപ്പർ മാർക്കറ്റിൽ പോകണം. അപ്പം ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പർച്ചേസ് ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ വിഷുവിൻ്റെ എല്ലാവിധ ഒരു സന്തോഷവും ഉണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ പോയാൽ പൊളിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, തിരുവോണത്തിനുമൊക്കെ. പക്ഷേ ഫുഡിങ്ങെന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. നല്ല കണിയൊക്കെ ഇരിക്കുക ഹൈപ്പർ മാർക്കറ്റിലൊക്കെ വെച്ചിരിക്കുന്നുണ്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. ഞങ്ങൾ അതിനകത്തോട്ട് കയറി എന്തൊക്കെ പർച്ചേസ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ നോക്കി കിടക്കണം. അപ്പോൾ ഓരോ ബ്രാൻഡും ഇങ്ങനെ കണിയൊരുക്കിയൊക്കെ വെച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള എല്ലാവിധ ഈ എല്ലാ വിഭാഗവും അവിടെ ഉണ്ട്. അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ ചില്ലറയും അല്ല, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പൈസ ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ പൈസ ഉള്ള ആൾക്കാർ അങ്ങനെ തരംതിരിക്കുകയാണെങ്കിൽ സാധാരണക്കാർ ചെറിയ കടകളിലൊക്കെ പോയി ഓരോന്ന് വാങ്ങിക്കുമ്പോൾ ലുലുവിൽ പോയി വാങ്ങിക്കുന്ന ഒരു ഫാഷനായി കാണുന്ന ഒരു വിഭാഗം ആൾക്കാരും ഉണ്ടായിരിക്കാം കേട്ടോ. എൻ്റെ നോട്ടമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത ഐറ്റംസ് അതെല്ലാം ലുലുവിലുണ്ട്. അപ്പോൾ ലുലു ഇത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിക്കണമെന്നുള്ളൊരു ആഗ്രഹമേ ഉള്ളൂ. ഞാനൊരു 2000 രൂപയുടെ ബഡ്ജറ്റൊക്കെ വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 2000 രൂപയ്ക്ക് അകത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഫുഡ് ഉൾപ്പെടെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഉൾപ്പെടെ എല്ലാം കൂടെ അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ ഒലിവ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കകച്ച് ഇതൊക്കെ പോയി ഫ്രൂട്ട്സ് ഉണ്ട്, ഇതൊക്കെ പോയി എടുത്തു. പിന്നെ നമ്മൾ ഫുഡിൻ്റെ മേഖലയിലോട്ട് വന്നു. അപ്പോൾ എല്ലാം ഉണ്ട്, ഭയങ്കര തിരക്കാണ്. മുത്താനെയുള്ള ഒരാളെ കണ്ടു, അവരുടെ മക്കളെയൊക്കെ കണ്ടു. അപ്പോൾ അവരുടെയൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ വീൽ ചെയറിൽ വരുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ ഫ്രണ്ടിനെയും കണ്ടു. അപ്പോൾ തിയേറ്ററിൽ കയറാൻ, സിനിമ കാണാം, ഒറ്റയ്ക്കാണ് വന്നത് എന്നൊക്കെ പറഞ്ഞു. ഈ മിക്കവാറും ആൾക്കാരും ഇങ്ങനെ നോക്കുന്നുണ്ട്. ലുലു മാളിലായിട്ടും നമ്മൾ വീൽ ചെയറിലാകുമ്പോൾ ഒന്ന് തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ടോ, വീൽ ചെയറിലാണല്ലോ. അപ്പോൾ ഇവിടെ ലുലു മാളിൽ നമ്മൾ സാധാരണക്കാർ വരുമല്ലോ, അപ്പോൾ അവരാണ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത്. അല്ലാത്ത ആൾക്കാരൊക്കെ ഇതിപ്പം സർവ്വസാധാരണമാണല്ലോ, അതുകൊണ്ട് അത് നോക്കുന്നതൊന്നുമില്ല. വീൽ ചെയർ ലൈഫ് എന്നൊക്കെ പറയുന്നത് ഒരു അത്ഭുത കാഴ്ചയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഫുഡ് കോർട്ടിലോട്ട് വന്നു. അപ്പോൾ ഫുഡ് കോർട്ടിൽ വന്നിരുന്നപ്പോൾ അവിടെ എനിക്ക് നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കോർട്ടിലിരുന്ന് നമ്മളിങ്ങനെ കഴിക്കണം. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കണം. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ലസ്സിയും ഞാൻ കാണിച്ചിരുന്നു ചോറ്റുപാത്രത്തിൽ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഒക്കെ കുടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സംഭവമൊക്കെ ആയിരുന്നു. ഇതൊക്കെ ഇങ്ങനെ കുടിച്ച് വരാം. എനിക്ക് നന്നായിട്ട് ഫുഡും ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡായിരുന്നു. ഇനിയും ഞാൻ ലുലു മോളിൽ ചില്ല് ചെയ്യാൻ പോകും. ചില്ല് ചെയ്യണമെങ്കിൽ ലുലു മോളിൽ തന്നെ പോകും. കാരണം വേറെ മറ്റൊരു സ്ഥലത്തും എനിക്കിതുപോലെ ഫ്രീ ആയിട്ട് നടക്കാൻ എനിക്ക് എങ്ങും പറ്റത്തില്ല. അപ്പം ഞാൻ തീർച്ചയായിട്ടും പോകും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഡ്രസ്സിന് ഞാൻ കംഫർട്ടല്ലെന്ന്. ഞാൻ കംഫർട്ടല്ല കേട്ടോ, എനിക്ക് പറ്റുന്നില്ല ആയിരുന്നു ഡ്രസ്സും. എന്നാലും ഞാനിങ്ങനെ നടന്നു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവിടെ ഗെയിം ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാക്കച്ചി പകർത്തുകയാണ് കേട്ടോ. അതൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് പകർത്തി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി. അപ്പോൾ വീൽ ചെയറിൽ പോകുന്ന ഒരുപാട് പേര് അവിടെ ഇവിടെയൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്, അമ്മമാർ പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് വീൽ ചെയറിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേരെ ഞാനന്ന് വീൽ ചെയറിൽ കണ്ടു അവിടെ. പിന്നെ സെലിബ്രിറ്റീസിനെയൊക്കെ കണ്ടു. പിന്നെ അവിടെയൊക്കെ നടക്കുന്നതൊക്കെ കണ്ടു സെലിബ്രിറ്റീസൊക്കെ. അങ്ങനെ
വിഷു ഒക്കെ അല്ലേ ഇതേ ഇതുമൊക്കെയുള്ള ഗെയിമുകൾ ആൾക്കാർ ഇങ്ങനെയൊക്കെ എടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ ആ കൊള്ളാം. അപ്പം ഞാൻ പറയാണ് വീൽ ചെയർ ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊന്നും കാണണം. വാഗപ്പൂത്ത് നിൽക്കുന്നുണ്ട്. വാഗപ്പൂ മരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ സന്തോഷം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഒന്ന് ബാക്കിലോട്ട് വിളിക്കും. ഒരു ദിവസത്തെ സന്തോഷമാണ്. കുറച്ച് മണിക്കൂറുകളാണ് ഇവിടെ അവസാനിച്ചത്. നമ്മൾ നിർത്തി ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ആളിനെ ആശീർവദിക്കൂ, അഭിനന്ദിക്കൂ. ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയും, എടുത്തോട്ട് പോകും. നമ്മൾ തരുന്നതാണ്. വിവരമറിഞ്ഞ് ആൾക്കാർ ഒന്നും വേണ്ട കൊണ്ടുപോയാ മതി, തിരിച്ചു കൊണ്ട് വെക്കരുത്. അതെ, അത് മാത്രമേ നമുക്ക് അറിയേണ്ട കാര്യമുള്ളൂ. തിരിച്ചു കൊണ്ടു തരൂലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോവാം. അതെ, ഈ മുതലിന്. അപ്പം ലുലുവിൽ വന്ന് നമ്മൾ പൊളിച്ചിട്ട് നോക്കണേ. നമ്മൾ സന്തോഷമായിട്ടൊക്കെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ചേട്ടാ ഹായ്. ഇവിടെ നിന്ന് നല്ല നോക്കി ഏതെങ്കിലും ഒരു കാറിൽ കയറി പൊയ്ക്കൂടെ നിങ്ങൾക്ക്? അങ്ങോട്ട് പോകും. നല്ല ഏതെങ്കിലും കാറിൻ്റെ ഒപ്പം കൊണ്ടുവന്ന് ഭയങ്കര ഫ്രണ്ട്ലിയാണ് ലുലുവിൽ വരുമ്പോൾ. എനിക്ക് നമുക്ക് എല്ലായിടത്തും ഒന്ന് ഫ്രണ്ട്ലി ആയതുകൊണ്ടേ ഒരു സ്ഥലത്തും ആൾക്കാർ പൊക്കണ്ടാതാക്കാൻ അത് നമ്മുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ്. അപ്പം നമ്മളെ യൂസഫ് അലി എന്ന് പറയുന്ന വലിയ മനുഷ്യന് ഇല്ലേ, എന്ത് കച്ചവട താല്പര്യമാണെന്ന് പറഞ്ഞാലും ഇല്ലേ, ഇങ്ങനെ എല്ലായിടത്തും എല്ലാ മനുഷ്യർക്കും സഞ്ചരിക്കാൻ പോലെ ആക്കി വെച്ചില്ലേ. നല്ലൊരു കാർ കിടക്കാം, നമുക്ക് ഇതിനകത്ത് കയറിയാലോ? സൈക്കിൾ പോലും വായിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇത് വലിയ കാര്യമാണ്. സാധാരണക്കാരുടെ ജീവിതം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് BMW ആണ്. അപ്പോൾ വിഷു ദിവസത്തെ സന്തോഷം ഇവിടെ അവസാനിച്ചു. വീഡിയോയും ഇവിടെ അവസാനിച്ചു. ഇനി ഈസ്റ്ററിൻ്റെ സന്തോഷവുമായിട്ട് വരാം. പുറത്തൊരു യാത്ര പോകലൊന്നും നടക്കൂല. മറ്റേ എന്തെങ്കിലുമൊക്കെ പാചക വീഡിയോയോ മറ്റേട്ടൊക്കെ വരാം. ഈ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിനോടേ ഇപ്പോൾ ഒരു ഇതാണ് കേട്ടോ. യൂട്യൂബിൽ കണ്ടാലായി കണ്ടില്ലെങ്കിലായി നമ്മളെ അങ്ങ് മാടിപ്പിച്ച് കളയും. ഞാൻ അതിനൊരു ഇൻകം ഉണ്ടാക്കാമെന്നൊന്നും യൂട്യൂബിൽ വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷേ നല്ല വീഡിയോകൾ ഇട്ടാൽ ഇപ്പോൾ നമുക്ക് വലിയ ഓരോരുത്തർ വീഡിയോ ഇട്ടാൽ ഉടനെ തന്നെ മില്യൺ ആൾക്കാർ കാണും. ഇത് 1000 പേര് പോലും കാണുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു മടുപ്പുണ്ടാവുമല്ലോ. അത്ര തന്നെ. ഇപ്പോൾ എല്ലാം പെർഫെക്ഷനിലാണോ മനുഷ്യരെല്ലാം ജീവിക്കുന്നത്? അല്ലല്ലോ. ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എല്ലാവരും കാണേണ്ടതല്ലേ. അപ്പോൾ കാണണ്ടെങ്കിൽ കാണണ്ട. മല്ലുലോ നിന്നിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. നമ്മളുടെ വീട്ടിലേക്ക് പോകുക. അപ്പോൾ മഴയുടെ ഒരു ചെറിയ കോളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇനിയും ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇനിയും വരണം. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ദീജ.